നീർനിലങ്ങളിനടിമയാരുടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാള് നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് പണിയെടുത്തുമേനി വെയിൽ കൊണ്ടേ കറുപ്പ് നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ് പിഞ്ചു കുഞ്ഞ വള്ളരാ വയറിൽ കിടപ്പ് ഫസ്റ്റ് വരി നീർനിലങ്ങളിനടിമയാരുടമയാരെന്ന് അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാട്ടിലെ ഏറ്റവും അതാണ് എനിക്ക് പറയാനുള്ള ഒരു എൻ്റെ അപ്പാപ്പനോ എൻ്റെ അപ്പനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് ലാൻഡ് ഓണേഴ്സ് ആയിരുന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ കാലം ആയപ്പോൾ ഇത്രയധികം ലാൻഡ്സ് ഇല്ലാതായപ്പോൾ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് പണിയെടുക്കുന്നതിൻ്റെ അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ വാടക വീട്ടിലാണ് താമസം. ഒരുപാട് ജനങ്ങൾ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്ന സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ജീവിതകാലം മുഴുവൻ പട്ടി പോലെ പണിയെടുത്ത് ഒഴിച്ചിട്ടും ഒരു തുണ്ടുഭൂമി സ്വന്തമാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. എനിക്ക് ആ ഒരു വികാരം എനിക്കും എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എനിക്ക് ലാൻഡ് വേണം എനിക്ക് സ്വന്തമായിട്ട്. എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം എൻ്റേതാണെന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കാരണം ഇത് നിന്റേതല്ല എന്ന് മാത്രം കേട്ടോളുന്നതാണ്. ഇത് നിന്റെ അല്ല, അത് നിന്റെ അല്ല, ഇത് നിന്റെ അല്ല, അപ്പൊ എൻ്റെ എന്താണുള്ളത്. ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്. വേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടുത്തെ സ്പെഷ്യലി ഇന്ത്യയിലെ റാപ്പ് സീൻസ് പല റാപ്പ് സീനുകളാണ്. ഫസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മുടെ ഒരു പൊളിറ്റിക്സിനെ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് അവൻ്റെ കയ്യിലുള്ള ലംബോർഗിനി കാറുകളെ കുറിച്ചും അവൻ ഹാങ് ഔട്ട് ചെയ്യുന്ന ഗേൾസിനെ കുറിച്ചും അവൻ്റെ ബ്ലിങ്ങിനെ കുറിച്ചും ചർച്ച ചെയ്യുന്ന വേറൊരു റാപ്പ് സീൻ. അപ്പം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വേടനെ എവിടെ പ്ലേസ് ചെയ്യുന്നു? ബേസിക്കലി ഞാനൊരു റാപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഞാൻ എന്നെ അങ്ങനെ കാണുന്നില്ല. ഞാനൊരു ഈ റാപ്പ് സീനായിരിക്കും എനിക്കൊരു ജോലിയുമില്ല. ചെറുതായിട്ട് എഴുതും, പിന്നെ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനും കൂടുതൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനൊക്കെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിനെനിക്ക് തുടക്കം ഇട്ടത് ഒരു പാട്ടിലൂടെയാണെന്നുള്ളത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പാട്ടിലൂടെ അല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പണിയെടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ എന്നെ പോലെ ഉണ്ടായിരുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഞാൻ എന്റെ കോളനിയിലായിട്ടും പട്ടിണി കിടക്കുന്ന ഒരു പയ്യനായിരുന്നു ഞാൻ. അപ്പൊ ഞാനിപ്പോ പട്ടിണിയല്ല, എനിക്കിപ്പോ അങ്ങനത്തെ ഒരു 4 പയ്യന്മാരെ പ്ലീസ് എന്റെ കൂടെയുള്ള ഒരു 4 ആൾക്കാരെ എനിക്ക് ചോറ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് മനസ്സിലായി. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓപ്പർച്യൂണിറ്റീസ് തേടി നടന്ന് പറ്റാതിരുന്ന സമയത്ത് ഞാൻ എങ്ങനെയൊക്കെ എത്തിപ്പെട്ടു. ഒരുപാട് ആൾക്കാരുടെ സഹായം കൂടെ തന്നെയാണ് എത്തിപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഇനി വരാനുള്ള ആൾക്കാർക്ക് ഒരു സഹായമായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്രൂ തന്നെ വർക്ക് ആവുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇനി വരുന്ന ആർട്ടിസ്റ്റുകളെ സഹായിക്കുക, ഇനി പൊളിറ്റിക്സ് പറഞ്ഞു വരുന്ന ആർട്ടിസ്റ്റുകളെ സഹായിക്കുക. ബേസിക്കലി ഞാനൊരു രാഷ്ട്രീയക്കാരൻ പാട്ട് പാടുന്നതാണ്, പാട്ടുകാരൻ രാഷ്ട്രീയം പാടുന്നതല്ല. മലയാളത്തിൽ ഇങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഇത് റാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇതിപ്പം എനിക്കിപ്പോൾ തോന്നുന്നു നമ്മളിപ്പോൾ വേറെ എന്തൊരു ടൈപ്പ് ഒരു പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ ഇപ്പം ഞാനിവിടെ പുറത്തിറങ്ങി ഇപ്പം ഇതേപോലെ ഒരു ജാഥയ്ക്ക് പോകുക, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ അതിൽ എത്രയോ റീച്ചാണ് ഇപ്പം വേടൻ ചെയ്ത പോലെ ഒരു റാപ്പ് ചെയ്തപ്പോൾ അതിലും വലിയൊരു റീച്ചും ഒരു അക്സെപ്റ്റൻസും, അതായത് യങ്സ്റ്റേഴ്സ് വരെ അത് ഓക്കെ ഇത് എന്താണ് വേടൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് ചിന്തിച്ചു എന്ന് തോന്നുന്നില്ല.